തിരുവനന്തപുരം അമ്പലമുക്കിൽ വിനീതയെ കുത്തിക്കൊന്ന കേസിൽ പ്രതി രാജേന്ദ്രൻ കുറ്റക്കാരൻ. തിരുവനന്തപുരം സെഷൻസ് കോടതി ഈ മാസം 21-ന് വിധി പ്രസ്താവിക്കും. കന്യാകുമാരി കളക്ടറോടക്കം രാജേന്ദ്രനെ കുറിച്ച് 7 റിപ്പോർട്ടുകൾ കോടതി തേടി. പ്രതിക്ക് പരമാവധി ശിക്ഷ കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്ന് വിനീതയുടെ മാതാപിതാക്കളും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറും പ്രതികരിച്ചു. ദൃക്സാക്ഷികളില്ലാതിരുന്ന അതിക്രൂരമായ കൊലപാതകം. എന്നാൽ പ്രതിയുടെ സഞ്ചാരപാത വ്യക്തമാക്കുന്ന CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകൾ പോലീസും പ്രോസിക്യൂഷനും ഹാജരാക്കി. ഇതോടെ പ്രോസിക്യൂഷന്റെ വാദം പൂർണ്ണമായും അംഗീകരിച്ച് പ്രതി തമിഴ്നാട് തോവാള സ്വദേശി രാജേന്ദ്രനെ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തുകയായിരുന്നു. ഇനി പ്രതിക്കൊരു ജീവപര്യന്തം ശിക്ഷ കൊടുത്താൽ അത് ഒരിക്കലും ഇരയോട് കാണിക്കുന്ന അനീതിയാണ്. അതുകൊണ്ട് ഇരയ്ക്ക് നീതി കിട്ടണമെങ്കിൽ ഇത് റയറസ്റ്റ് ഓഫ് റയറിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. വധശിക്ഷയിൽ കുറഞ്ഞ ഒന്നും പ്രതി അർഹിക്കുന്നില്ല. പ്രതി സമൂഹത്തിനൊരു ഭീഷണിയും കൂടിയാണ്. പ്രതിയുടെ മുൻകാല ക്രിമിനൽ പശ്ചാത്തലവും മാനസികാവസ്ഥയും മനസ്സിലാക്കുന്നതിനു വേണ്ടിയാണ് കന്യാകുമാരി തിരുവനന്തപുരം കളക്ടർമാരുടെ അടക്കമുള്ള 7 റിപ്പോർട്ടുകൾ കോടതി തേടിയത്. സൈക്കോളജിസ്റ്റ്, സൈക്യാട്രിസ്റ്റ്, കന്യാകുമാരി തിരുവനന്തപുരം ജയിൽ സൂപ്രണ്ടുമാർ, തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ, കന്യാകുമാരി ജില്ലാ പ്രൊബേഷണറി ഓഫീസർ എന്നിവർ 7 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് ഹാജരാക്കാനാണ് നിർദ്ദേശം. തമിഴ്നാട്ടിൽ കസ്റ്റംസ് ഓഫീസറെയും ഭാര്യയെയും കുട്ടിയെയും കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് പ്രതി വിനീതയെ കൊലപ്പെടുത്തിയത്. കോടതിയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് വിനീതയുടെ മാതാപിതാക്കൾ പ്രതികരിച്ചു. 21-ാം തീയതി നല്ലൊരു വിധി പ്രതീക്ഷിക്കുന്ന അവന് തൂക്കുകയറ് തന്നെ കിട്ടുമെന്നുള്ളതാണ്. കോടതിയിൽ നല്ല വിശ്വാസമുണ്ട്. മാക്സിമം ശിക്ഷ കൊടുക്കണം. അവൻ ജീവിച്ചിരുന്നാൽ ഇനിയും പല കുട്ടികളുടെയും കഴുത്ത് കണ്ടിക്കുകയും മാലകൾ നഷ്ടപ്പെടുകയും ചെയ്യും. ആ ഒരു സാഹചര്യമാണ്. അവൻ തമിഴ്നാട്ടിൽ തന്നെ 3 പേരെ കൊന്നത്. അത് ഒരു വീട്ടിൽ 3 എണ്ണത്തിന്. ഇളയ കുട്ടിയൊക്കെ നിലത്തടിച്ചു കൊന്നെന്നാണ് പറയുന്നത്. 2022 ഫെബ്രുവരി 6-നാണ് അലങ്കാരച്ചെടിക്കടയിലെ ജീവനക്കാരിയായിരുന്ന വിനീതയെ കഴുത്തിനു പിന്നിൽ കുത്തി കൊലപ്പെടുത്തിയത്. 4.5 പവന്റെ മാലയ്ക്ക് വേണ്ടിയായിരുന്നു കൊലപാതകം. സമ്പൂർണ്ണ ലോക്ക്ഡൌൺ സമയത്ത് നടന്ന കൊലപാതകത്തിന്റെ അന്വേഷണം വലിയ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.